ഹായ് 100 ഡേയ്സ് ജർമ്മനി വിസ ക്വസ്റ്റ്യൻ ചാലഞ്ചിന്റെ 81ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു വോയിസ് ആണ്. നമുക്ക് ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഞാൻ DFSൽ അപ്പോയിന്റ്മെന്റ് ഓൾറെഡി എടുത്തു. പക്ഷെ കുറെ അടുത്ത് കണ്ടു ഇങ്ങനെ CST പോർട്ടലിൽ നമ്മുടെ ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം അതിന് മുമ്പായിട്ട് FSTക്ക്. അത് സത്യമാണോ അല്ലയോ? നമ്മളിങ്ങനെ FSTക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ അതിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യണോ? FST വിസയ്ക്ക് CSP പോർട്ടൽ വഴി അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് നോക്കാം. ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നു. india.diplo.de ഈ ഒരു വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. FST വിസയ്ക്ക് നമുക്ക് CSP പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. 2-3 ദിവസമായുള്ള ഈ ഒരു വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് വിസ സർവീസസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് നാഷണൽ വിസ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഡീറ്റെയിൽസ് ഫോർ ആപ്ലിക്കേഷൻസ് ത്രൂ CSP പോർട്ടൽ വിത്ത് ചെക്ക് ലിസ്റ്റ്. ഇത് CSP പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കാറ്റഗറീസ്. ഇത് കണ്ടോ, വിസ ടൈപ്സ് നോട്ട് ലിസ്റ്റഡ് ഇൻ ദ CSP, അതിൽ വരുന്നതാണ് വോളണ്ടറി സർവീസസ് എന്നുള്ളത്, FST വിസ എന്നുള്ളത്. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമന്റിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഓൾ.